പാഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 6 hours ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫ്ലോ. നിങ്ങൾക്ക് ഹെവി ഫ്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 4 hours കൂടുമ്പോൾ, എസ്പെഷ്യലി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ 4 hours കൂടുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 6 hours, മാക്സിമം 6 hours, അതിന് കൂടുതൽ പോകരുത്. 6 hours മാത്രമേ ഒരു പാഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പാഡ് ചൂസ് ചെയ്യുമ്പം പറ്റുന്നത് ബ്രീത്തബിൾ ടോപ്പ് ഷീറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് 90% പാഡ്സും ഇപ്പോൾ ഉള്ളത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ടോപ്പ് ലെയർ എങ്കിലും നിങ്ങൾ കോട്ടനോ ബ്രീത്തബിളോ ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്കിന്നിനും വൾവൽ ഏരിയയ്ക്കും ഏറ്റവും നല്ലത്. പിന്നെ പാഡ്സിൽ നല്ല മണമുള്ള പാഡ്സൊക്കെ ഇപ്പോൾ ഉണ്ട്, തുറന്നാൽ തന്നെ മണം അടിക്കും. അപ്പം അങ്ങനത്തെ പാഡ്സ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഈ ചില പാഡ്സിൽ താലേറ്റ്സും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് ഭാവിയിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചാൻസ് ഉണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം സേഫ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ബ്രീത്തബിൾ ടോപ്പ് ലെയർ അല്ലെങ്കിൽ കോട്ടൺ ടോപ്പ് ലെയർ വരുന്ന പാഡ്സ്. കാരണം ഒരു പാഡിലെന്ന് പറയുന്നത് 4 പ്ലാസ്റ്റിക് കവറിൻ്റെ അത്രയും പ്ലാസ്റ്റിക് ഉണ്ട്. ആലോചിക്കണം. അപ്പം നമ്മൾ ഒരു ദിവസം എത്ര പാഡ് യൂസ് ചെയ്യും? 4 മുതൽ 5 യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു സൈക്കിളിൽ എത്ര യൂസ് ചെയ്യും? നമ്മൾ എത്ര എൻവയോൺമെന്റ് പൊല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് മാത്രമല്ല, എൻവയോൺമെന്റ് പൊല്യൂഷനിൽ നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം പാഡ്സ് ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഹെൽത്തിന് നല്ല പാഡ്സ് എങ്കിലും ചൂസ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് കേട്ട ഒരു കാര്യം, ഈ നോർത്ത് സൈഡിലൊക്കെ ഈ കുട്ടികൾ ഈ ചാരം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. വേറെ കാരണം ഇവർക്ക് പാഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ആണ്. ടു ബി ഓണസ്റ്റ്, നമുക്ക് ചില ആൾക്കാർക്ക് അത് എക്സ്പെൻസീവ് ആയിരിക്കില്ല. ചിലപ്പോൾ 40-45 രൂപ ഒരു 6 പാഡിനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കില്ല. ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ പ്രാക്ടീസുകൾ, നമ്മൾ തുണി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ചാരം യൂസ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര അൺഹെൽത്തി അല്ലേ ശരിക്കും? ഭയങ്കര അൺഹെൽത്തിയാണ്. നമ്മുടെ വെജൈനയ്ക്ക് ഒരു pH ഉണ്ട്. അതിനൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് നമ്മൾ കൊടുക്കണം. വേറെ ഒരു സംഭവം വെജൈനയ്ക്കുള്ളിൽ എക്സ്റ്റേണലി ഇൻസേർട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ബോഡി സേഫ്. അപ്പോൾ നമ്മൾ ഈ തുണി ചാരം എന്ന് പറയുമ്പോൾ എന്താ അൺഹൈജീനിക് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് അത്രയും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് നന്നായിട്ട് കൂടും. പിന്നെ തുണി ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നനവുണ്ടാവും. നമ്മളിപ്പോൾ തുണി ഉപയോഗിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഈ പാഡ് പോലെയും അല്ല, പാഡിൻ്റെ മുകളിൽ എന്തായാലും പ്ലാസ്റ്റിക് ഉണ്ട്, അത് കാരണം റാഷസ് വരും. പക്ഷെ തുണി നന്നായിട്ട് നനവ് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നനവുള്ള സ്ഥലത്ത് എന്താ വളരാന്നറിയോ? ഫംഗൽ ഇൻഫെക്ഷൻസ്, പിന്നെ ആഡഡ് ഓൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും, പക്ഷെ ഇവർക്ക് വേറൊരു പ്രൊഡക്റ്റിനെ പറ്റി അറിയില്ലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഇവർ ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മാക്സിമം ഇത് എത്തിച്ചു കൊടുക്കുക, അവയർനെസ് എത്തിച്ചു കൊടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ NGOസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർക്ക് പാഡ്സ് കൊടുക്കുക, മെൻസ്ട്രൽ കപ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ നമുക്ക് ഇത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.